വയനാടിനെ മുഴുവൻ ഭീതിയിലായിട്ടുള്ള ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയായ മുട്ടിക്കൊമ്പനെ മയക്കുപിടി വെച്ച് ദൗത്യസംഘം ഇന്ന് വരുതിയിലാക്കിയിരുന്നു. മുട്ടിക്കൊമ്പനെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യമാണ്. ഏറെ നാളുകളായി കുങ്കികളാണിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കുങ്കികളുടെ പരിശ്രമ ഫലമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന മയക്കുപിടി വെച്ച ശേഷം പുറത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ദൗത്യസംഘം ഏറെ നാളായിട്ട് പല ശ്രമങ്ങളും നടത്തിയെങ്കിലും പലപ്പോഴായി ആന ആ പരിധി വിട്ട് പോകുന്നതായി കണ്ടു. ഇന്നിപ്പോൾ ഈ ദിവസമാണ് ദൗത്യസംഘം മുട്ടിക്കൊമ്പനെ മയക്കുപിടി വെച്ച് പിടികൂടിയത്. അതിനുശേഷം കുങ്കിയാനകൾ മയക്കുപിടി വെച്ച് അതിൽ പങ്കെടുത്ത ദൗത്യസംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന കുങ്കിയാനകളുടെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ദൗത്യസംഘം പുറത്തേക്ക് വരുന്നതിൻ്റെ ദൗത്യസംഘത്തിൻ്റെ വാഹനങ്ങൾ വനംവകുപ്പിൻ്റെ വാഹനമൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യം കാണുന്നുണ്ട്. ആ മേഖലയിൽ പ്രദേശത്ത് നിരവധി തവണയായിട്ട് വലിയ നഷ്ടങ്ങളും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുകയും ജനവാസ മേഖലയിൽ വലിയ ഭീതി പരത്തുകയും ചെയ്ത മുട്ടിക്കൊമ്പൻ എന്ന ആനയാണിപ്പോൾ മയക്കുപിടി വെച്ച ശേഷം ദൗത്യസംഘം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ദൗത്യസംഘം വലിയ ശ്രമം നടത്തിയിരുന്നു. ദൗത്യം ഏറെ മണിക്കൂറുകൾ നീണ്ടുനിന്നു. പലപ്പോഴായി പലതവണയായി ദൗത്യസംഘം പരാതിയെ തുടർന്നൊക്കെ തന്നെ ഇവിടേക്ക് വന്ന് നിലയുറപ്പിച്ച് പലപ്പോഴായി മയക്കുപിടി വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ആന കാട് കയറുന്ന സംഭവങ്ങളായിരുന്നു പലപ്പോഴായി ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ദൗത്യസംഘത്തിൻ്റെ വരുതിയിലേക്ക് ആവുകയും മയക്കുപിടി വെച്ച ശേഷം അത് കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ആനയെ കൊണ്ടുവരുന്ന ദൃശ്യമാണിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. കുങ്കിയാനകൾ വരുന്നതിൻ്റെ ദൃശ്യം കാണുന്നുണ്ട്. നിരവധി പേർ ഈ ദൗത്യം കാണാൻ വേണ്ടി പ്രദേശവാസികളൊക്കെ തന്നെ അവിടെ തങ്ങിക്കൂടിയിട്ടുണ്ട്. എം കമൽ ചേരുന്നുണ്ട്. കമൽ, ദൗത്യം പൂർത്തിയായി കഴിഞ്ഞു എന്നാണോ അറിയിപ്പ് ലഭ്യമാകുന്നത്? കുങ്കിയാനകളുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആനയെ എപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകും? എങ്ങോട്ടേക്കായിരിക്കും കൊണ്ടുപോവുക? പ്രജീഷ്, ഏത് നിമിഷം ഏത് സമയത്തും ഇപ്പോൾ ആന നമ്മുടെ ഫ്രെയിമിലേക്ക് വരാം. മുട്ടിക്കൊമ്പൻ ആനയും വഹിച്ചുകൊണ്ടുള്ള എലിഫന്റ് ആംബുലൻസ് ആ ലോറി തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കാട്ടിലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുറത്തേക്കുള്ള ഗേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ നാട്ടുകാരൊക്കെ കുറേ നേരമായി ഇവിടെ കാത്തു നിൽക്കുകയാണ് ആനയെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് കാണാൻ. ദൗത്യത്തിൽ 5 കുങ്കിയാനകൾ പങ്കെടുത്തു. അതിൽ 4 എണ്ണത്തിനെയും നടത്തി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കോന്നി സുരേന്ദ്രൻ കൂടിയാണ് ഇനിയുള്ളത്. അത് ഈ മുട്ടിക്കൊമ്പൻ്റെ വാഹനത്തിന് തൊട്ടു പിന്നാലെ മറ്റൊരു ലോറിയിൽ കോന്നി സുരേന്ദ്രനെയും കൊണ്ടുവരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ബാക്കി 4 ആനകളെയും പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ഇപ്പോൾ വനംവകുപ്പിൻ്റെ വാഹനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതാ ഒരു വാഹനം കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. അത് JCB ആണ്. തൊട്ടു പിന്നാലെ ആനയെയും ഈ മുട്ടിക്കൊമ്പനെയും വഹിച്ചുകൊണ്ടുള്ള ലോറി കൂടി വരുന്നുണ്ടാകും. എന്തായാലും ഇന്ന് പുലർച്ചെ 3:55 ആദ്യത്തെ മയക്കുവെടി വെച്ചത്. പിന്നീട് 2 തവണ കൂടി മയക്കുവെടി വെച്ചു. ഒരു 7 മണിയോടെയാണ് മുട്ടിക്കൊമ്പൻ വരുതിയിലായതായി വനംവകുപ്പ് സ്ഥിരീകരിച്ചത്. പ്രജീഷ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 12 ദിവസമായി, ഇന്ന് 13ാമത്തെ ദിവസമാണ് ദൗത്യത്തിൻ്റെ. പലതവണ മുട്ടിക്കൊമ്പൻ അരികിൽ ദൗത്യസംഘം എത്തിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞില്ല, മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. മയക്കുവെടി 1-2 തവണ അറ്റംപ്റ്റ് ചെയ്തെങ്കിലും അതൊന്നും വിജയിച്ചില്ല. ഇന്ന് പുലർച്ചെയാണ് എന്തായാലും അത് സക്സസ് ആയിട്ടുള്ളത്. അതാ ആ ലോറി നമ്മുടെ ഫ്രെയിമിലേക്ക് വരുന്നുണ്ട്. മുട്ടിക്കൊമ്പനെയും വഹിച്ചുകൊണ്ടുള്ള എലഫന്റ് ആംബുലൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നിൽ വനംവകുപ്പിൻ്റെ പൈലറ്റ് വാഹനങ്ങളുണ്ട്. അതിനു പിന്നാലെ ആനയും കൊണ്ട് വരുന്ന ദൃശ്യങ്ങൾ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ്. ഏറെ വർഷങ്ങളായി വടക്കനാടിൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു ആനയാണ്. 1 മാസം മുമ്പ് ഒരു യുവ കർഷകനെ കൊലപ്പെടുത്തിയതോടെയാണ് വലിയൊരു ഭീതി ഈ ആന ഉണ്ടാക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഈ ആനയെ പിടികൂടാൻ, മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവ് നൽകിയത്. എന്തായാലും ഇപ്പോൾ സൈറൻ മുഴക്കിക്കൊണ്ട് വനംവകുപ്പ് സംഘം വരികയാണ്. പൈലറ്റ് വാഹനം, RRTയുടെ പൈലറ്റ് വാഹനം കടന്നുപോയി കഴിഞ്ഞു. തൊട്ട് ആ JCBക്ക് പുറകിലായി ആനയെയും വഹിച്ചുകൊണ്ടുള്ള എലഫന്റ് ആംബുലൻസ് ഉണ്ട്. എന്തായാലും മുട്ടിക്കൊമ്പൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്നും നേരിട്ട് പകർത്താൻ കഴിഞ്ഞില്ല. പലപ്പോഴും രാത്രികാലത്ത് വടക്കനാട് ഇറങ്ങി കൃഷി നശിപ്പിച്ച് നേരം വെളുക്കുമ്പോഴേക്കും കയറിപ്പോകുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. എന്തായാലും അതിനെ പിടികൂടിയതോടുകൂടി വടക്കനാടുകാർക്ക് സമാധാനമായിരിക്കുന്നു. ഇനി ആ ഒരു ആശങ്കയില്ല. കഴിഞ്ഞ 1 മാസമായി ദൗത്യസംഘം 13 ദിവസമായി, അതോടൊപ്പം നാട്ടുകാരും ഉറക്കമില്ലാതെ രാത്രികാലങ്ങളിൽ പല സ്ഥലത്തു നിന്നും നാട്ടുകാർ ഇത് ആന ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കും. ദൗത്യസംഘം എത്തുമ്പോഴേക്ക് ആന കാട് കയറും. കാട്ടിലും പലതവണ ആനയ്ക്ക് പിന്നാലെ ദൗത്യസംഘം ഉണ്ടായിരുന്നു. ഒരു തവണ 24 മണിക്കൂർ നീണ്ടുനിന്ന ദൗത്യത്തിനൊടുവിലും ദൗത്യം പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇനി എന്തായാലും ഇതാ ആനയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മുട്ടിക്കൊമ്പൻ എന്ന വടക്കനാട് മേഖലയിൽ ഏറെ നാളായി ഭീതി പരത്തുന്ന, ഒരുപാട് കാർഷിക വിളകളൊക്കെ നശിപ്പിച്ച നാട്ടുകാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആനയെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. തൊട്ടുപുറകിലായി സമാനമായ ഒരു വാഹനത്തിൽ ഈ ദൗത്യത്തിൽ പ്രധാന പങ്കുവഹിച്ച കോന്നി സുരേന്ദ്രൻ എന്ന കുങ്കിയാനയും വരുന്നുണ്ട്.
ഇപ്പോൾ മുന്നിൽ വരുന്നത് ഈ പറഞ്ഞ ഈ പ്രശ്നക്കാരനായ ആനയാണ്. ഇന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ മുട്ടിക്കൊമ്പനെയും കൊണ്ടാണ് മുന്നിലെ വാഹനം വരുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വടക്കനാട് പ്രദേശത്തെ ആളുകളൊക്കെ ഏതാണ്ട് തന്നെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ. കാരണം അവരെ സംബന്ധിച്ച് വളരെ നാളുകളായി ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. പ്രത്യേകിച്ച് ഈ ആന രാത്രി കാലത്താണ് സ്ഥിരമായി നാട്ടിൽ ഇറങ്ങിയിരുന്നത്. എന്തായാലും ഇന്ന് രാവിലെ പുലർച്ചെയോടെ ദൗത്യം പോവുകയല്ലേ? പ്രജീഷ് കേട്ടില്ല. അതായത് ഇനി മുത്തങ്ങ ആന ക്യാമ്പിലേക്കായിരിക്കും കൊണ്ടുപോവുക. പോകുന്ന വഴിക്ക് മറ്റെന്തെങ്കിലും ഡോസ് കൊടുക്കേണ്ട സാഹചര്യം എന്തെങ്കിലും അവസ്ഥയുണ്ടോ? എത്ര ദൂരമുണ്ട് അങ്ങനെയെങ്കിൽ ഈ കൊണ്ടുപോകുന്ന മുത്തങ്ങ ക്യാമ്പിലേക്കാണെങ്കിൽ അതുവരെ എത്ര ദൂരമുണ്ടായിരിക്കാം? മുത്തങ്ങ ക്യാമ്പിലേക്ക് ഒരു 20 കിലോമീറ്ററിൽ താഴെ ദൂരമേ ഉള്ളൂ. എന്തായാലും ആനയെയും കൊണ്ട് പോവുകയാണ് വാഹനം. ഇവിടുത്തെ വളരെ നാരോ ആയിട്ടുള്ള ഒരു ഗേറ്റ് കടന്നു വേണം വനത്തിൽ നിന്ന് പുറത്തേക്ക് എത്താൻ. ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ആനയുടെ ദൃശ്യങ്ങൾ ഏറ്റവും അടുത്ത് നിന്ന് മുട്ടിക്കൊമ്പന്റെ ദൃശ്യങ്ങളാണ് പ്രജീഷ് തത്സമയം കാണുന്നത്. ആന ഇപ്പോൾ മയക്കത്തിലാണ്. ഈ ആംബുലൻസിൽ ലോറിയിൽ ക്രോൾ കെട്ടി ആനയെ വടം ഉപയോഗിച്ച് ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. വളരെ സൂക്ഷിച്ച് വേണം ആ ഗേറ്റ് കടക്കാനായി. അത് ഇപ്പോൾ ലോറി ആ ഗേറ്റ് കടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തൊട്ടു പിന്നാലെ മറ്റ് വാഹനങ്ങളുമുണ്ട്. എന്തായാലും മുട്ടിക്കൊമ്പൻ ഈ വടക്കനാട് മേഖലയിൽ നിന്ന് മുത്തങ്ങയിലേക്ക് പോവുകയാണ്. ഏറെ നാൾ ഇവരുടെ ഉറക്കം കെടുത്തിയ ആനയാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് മാറ്റുന്നത്. മുത്തങ്ങ ആന ക്യാമ്പിലേക്കാകും കൊണ്ടുപോവുക. ആനയ്ക്ക് തുമ്പിക്കൈക്ക് അടക്കം ചെറിയ രീതിയിൽ പരിക്കുള്ളതായി ഒരു സൂചനയുണ്ട്. അതിനുള്ള ചികിത്സയൊക്കെ നൽകേണ്ടി വരും. അത്തരമൊരു വിവരം നേരത്തെ ലഭിച്ചിരുന്നു. ലോറി അവിടെ നിന്ന് വളരെ ബുദ്ധിമുട്ടായാണ് ലോറി അങ്ങോട്ട് കടത്തുന്നത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആളുകൾ ഒക്കെ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. ആളുകളൊക്കെ മാറാൻ പറയുന്നുണ്ട്. വനത്തിൽ നിന്ന് പ്രധാനത്തിലേക്ക് ലോറി ഇറങ്ങുകയാണ്. ചെറുതായി ചെരിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ആശങ്ക. ജീവനക്കാരിൽ നിന്ന് ഇറങ്ങി വളരെ ദുർഘടമായ ഒരു സ്ഥലത്താണ് അത് കുടുങ്ങിയിരിക്കുന്നത്. JCB ഉടനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത്. ആനയെയും വഹിച്ചുള്ള വാഹനമാണ് അവിടെ കുടുങ്ങിയിരിക്കുന്നത്. വളരെ നാരോ ആയിട്ടുള്ള ഗേറ്റ്. അതായത് വാഹനം കുടുങ്ങിയെന്ന് തോന്നുന്നു കമൽ? വാഹനം ആ ഗേറ്റ് ഇറങ്ങുന്നതിനിടെയാണ് കാണുന്നുണ്ട്. ആ വഴിയുടെ പ്രശ്നമാണോ ദുർഘടമായിട്ടുള്ള ഒരു പാതയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമായിരിക്കാം അല്ലേ? പാതയുടെ പ്രശ്നമാണ്. ഈ പാതയിൽ അവിടെ ലോറി വളഞ്ഞിറങ്ങുമ്പോൾ ആ ഗേറ്റ് കടന്ന ഉടൻ മുത്തങ്ങ ആന ക്യാമ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. മുട്ടിക്കൊമ്പനെ അതിസാഹസികമായിട്ടാണ് ഇന്ന് രാവിലെ വരുതിയിലാക്കാൻ കഴിഞ്ഞത്. 3 മണിയോടുകൂടി ദൗത്യം ആരംഭിച്ചു. വെളുപ്പിന് 7 മണിയോടുകൂടിയാണ് മയക്ക് വെടിവെച്ച് ആനയെ വരുതിയിലാക്കാൻ കഴിഞ്ഞത്. പിന്നീട് കുങ്കിയാനകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിന് ഒടുവിൽ ഇപ്പോൾ ആന ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നത്. ആ ശ്രമം നടത്തി വാഹനം ഇപ്പോൾ ആ പാത ഒരു ഗേറ്റ് കടന്ന് വേണം മുത്തങ്ങ മേഖലയിലേക്ക് കടക്കാൻ. അവിടെ വെച്ചാണ് പാതയിലെ ആ ദുർഘടാവസ്ഥ. പാതയൊക്കെ തന്നെ വളരെ മോശം അവസ്ഥയിലാണ്. ആ അവസ്ഥയിലുള്ള സമയത്താണ് വാഹനം ഇങ്ങനെ കുടുങ്ങിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി JCB കൊണ്ടുവന്ന് അവിടെ ആ റോഡ് നിരപ്പാക്കി അല്ലെങ്കിൽ കടന്നു പോകാൻ കഴിയുന്ന രീതിയിലേക്ക് ആക്കിയ ശേഷം മാത്രമേ വാഹനത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആന മയക്കുവെടി ഏറ്റ് ഇപ്പോൾ ചൂട് സമയം കൂടിയാണ്. ആ രീതിയിൽ എത്ര ഡോസ് നൽകണം, ബൂസ്റ്റർ കുറച്ചുകൂടി അധിക ഡോസിനി നൽകേണ്ടതുണ്ടോ, ഇനി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എലിഫന്റ് സ്ക്വാഡിന്റെ ഭാഗത്തുനിന്നും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയിൽ നാളുകൾക്ക് മുൻപ് ഒരാളെ കൊലപ്പെടുത്തി എന്ന സംഭവം കൂടി ആ നാടിനെ എത്തിച്ചതാണ്. പിന്നീട് രാത്രികാലങ്ങളിലാണ് ആന കൂടുതലായി ഇറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിക്കുക, പിന്നീട് കാട് കയറുക. അങ്ങനെ പലപ്പോഴായി ദൗത്യ സംഘങ്ങൾ ജനവാസ മേഖലയിൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ള ആളുകളുടെ പരാതിയെ തുടർന്നാണ് ദൗത്യം പലപ്പോഴായി മുന്നോട്ട് വരികയും. എന്നാൽ ആനയെ പലപ്പോഴും ആന ഈ പ്രശ്നമുണ്ടാക്കിയ ശേഷം കാട് കയറുന്നത് ദൗത്യത്തിന്റെ പ്രതിസന്ധിയായിരുന്നു. പിന്നീടാണ് ദൗത്യ സംഘം ഇന്ന് വെളുപ്പിനെ തുടങ്ങിയ രാവിലെ തന്നെ തുടങ്ങിയ ആ ദൗത്യം അത് വിജയം കാണുകയായിരുന്നു. ഏറെ ശ്രമഫലമായി നടന്ന ദൗത്യം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയും 7 മണിയോടുകൂടി ആനയെ തളയ്ക്കാൻ കഴിഞ്ഞു. പിന്നീട് കുങ്കിയാനകൾ സുരേന്ദ്രൻ ഉൾപ്പെടെ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി വാഹനത്തിൽ കയറ്റി. ഇപ്പോൾ വാഹനം
അല്പം നീങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചൂട് സമയം കൂടിയാണ്. അപ്പോൾ ചൂട് സമയത്ത് ഡോസ് നൽകുന്നത്, ആനയ്ക്ക് മയക്കുവെടി വയ്ക്കുന്നതൊക്കെ വലിയ ദുഷ്കരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ഒക്കെ ആനയുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആരോഗ്യസ്ഥിതി കൂടി നോക്കി. ഇപ്പോൾ വാഹനം അവിടെ നിന്ന് ചലിച്ചു തുടങ്ങിക്കഴിഞ്ഞു. മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ല. വാഹനം നീങ്ങാൻ കഴിഞ്ഞു. അവിടെ നിന്നും ആ ചരിഞ്ഞ പ്രദേശത്ത് നിന്ന് വാഹനത്തെ മുന്നോട്ട് എടുക്കാൻ കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 20-25 കിലോമീറ്റർ ഉണ്ട് മുത്തങ്ങ ആന ക്യാമ്പിലേക്ക്. അവിടേക്ക് എത്തിയ ശേഷമായിരിക്കും ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുക. പിന്നീട് പരിശോധനകൾ, ആരോഗ്യ പരിശോധനകൾ നടത്തുന്നു. തുമ്പിക്കൈക്ക് ചെറിയ മുറിവ് ഏറ്റിട്ടുണ്ട്. ആ മുറിവ് പരിശോധന, മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടോ തുടങ്ങിയ പരിശോധനകൾ ഇനിയും നടത്തും. ആന ശാന്തരായി ഇങ്ങനെ മയങ്ങിയിരിക്കുന്നതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. വാഹനത്തിൽ മയങ്ങിയിരിക്കുന്നതിൻ്റെ ദൃശ്യമാണ്. ഏറെ നാൾ ആ പ്രദേശത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ആനയാണിപ്പോൾ വനപാലക സംഘത്തിൻ്റെ എലിഫന്റ് സ്ക്വാഡിൻ്റെ പരിധിയിൽ ആയിരിക്കുന്നത്. ആന ഏറെ പരിഭ്രാന്തി പരത്തിക്കൊണ്ടാണ് ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ച് അവർക്കൊരു വലിയൊരു ആശങ്ക ഒഴിയുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മുത്തങ്ങ ക്യാമ്പിലേക്ക് എത്തിയ ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. ദൗത്യസംഘം രാവിലെ മുതൽ ഏറെ കാത്തിരുന്ന ശേഷമാണ് ആനയെ ട്രാക്ക് ചെയ്ത് പിന്നീട് മയക്കുവെടി വെച്ച ശേഷം കുങ്കിയാനകൾ, ഈ ആനകളെ പരിധിയിലാക്കുന്നത് നമ്മൾ മുൻപ് പല പല ദൗത്യങ്ങൾ കണ്ടതാണ്. കുങ്കിയാനകൾ, മോദി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കുങ്കിയാനകൾ പ്രധാനപ്പെട്ട ദൗത്യമായിരുന്നു ഏറ്റെടുത്ത്. ആ ദൗത്യം വിജയിച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ആനയെ മുത്തങ്ങ വന മേഖലയിലേക്ക്, അവിടെയുള്ള ക്യാമ്പിലേക്ക്, ആനയുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യം, തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.